എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകെപ്പാടെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് ഉദയഭാനു ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ശ്രീകല അങ്ങോട്ടേക്ക് വന്നിരുന്നു. ശ്രീകല നോക്കിക്കഴിഞ്ഞപ്പത്തിന് ഉദയഭാനു ഭയങ്കര ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദയഭാന്റെ മനസ്സിൽ വേറൊന്നും ആയിരുന്നില്ല, തന്നെ ആ പലിശക്കാരനും വാടകക്കാരനും കൂടെ കൂടി ചേർന്നിട്ട് ഇടിക്കുന്ന ആ ഒരു രംഗങ്ങളൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം ഉദയഭാനുവിന് സഹിച്ചില്ല. അപ്പോഴേക്കാണ് അങ്ങോട്ട് ജ്യൂസൊക്കെ ആയിട്ട് ശ്രീവിദ്യ വരുന്നത്. ശ്രീവിദ്യ വന്ന് ജ്യൂസ് കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, അമ്മ ഇതാ ജ്യൂസ് എന്ന് പറയണം. അല്ല ഇത് എവിടുന്നാന്ന് ചോദിക്കാം. അമ്മ ഇതാ ഫ്രിഡ്ജിന്റെ അവിടെ ഇരുന്നേ. ഓ, ഞാൻ ആ കാര്യം അങ്ങോട്ട് മറന്നുപോയി. ഞാൻ ഇതെടുത്തെടുത്ത് മാറ്റി വെച്ചായിരുന്നു. എന്തൊക്കെ എവിടെ എടുത്തു വെച്ചിരിക്കുന്നു വലിയ ഓർമ്മയില്ല. അല്ലമ്മേ, ഫ്രിഡ്ജിനകത്ത് നിറച്ചും സാധനങ്ങളുണ്ടല്ലോ, ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ. അത് പിന്നെ അങ്ങനെ അല്ലാതെ വരുവോ? ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി വെച്ചേക്കുവായിരുന്നു. എന്തിനാണെന്നറിയാവോ? ഇനി രണ്ടാഴ്ചത്തേക്ക് നമുക്ക് ഫുഡൊന്നും ഇനിയിപ്പോൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത്രയും പൈസ നമുക്ക് ലാഭിക്കാം. പട്ടിണി കിടക്കാതെ നമുക്ക് രണ്ടാഴ്ച ജീവിച്ചു പോകാന്ന് പറയാം. അതിനുവേണ്ടി ഞാനെടുത്ത് നേരത്തെ മാറ്റി വെച്ചാന്ന് പറയും. വെറുതെ അല്ല, ആ പണിക്കാർക്ക് പോലും ഫുഡ് തകഞ്ഞില്ല എന്ന് പറയാം. പണിക്കാരിപ്പോ ഫുഡ് തകഞ്ഞില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അമ്മമാർക്ക് പൈസയല്ലേ കൊടുക്കണേ, പിന്നെന്തിനാ ഫുഡ് കൊടുക്കണേന്ന് ചോദിക്കാം. പൈസ കൊടുത്തോ? അമ്മ കൊടുത്തോന്ന് ചോദിക്കും. അല്ല, അത് പിന്നെ കൊടുക്കാലോ, ഇത് കഴിയുമ്പോ കൊടുക്കൂല്ലോ എന്ന് ചോദിക്കാം. അത് പറഞ്ഞാൽ മതി എന്ന് പറയണേ. അപ്പോഴും ഉദയഭാനു ഈ ഇരിക്കുക. പെട്ടെന്ന് ശ്രീകല ചോദിച്ചു, നിങ്ങളെന്താ മനുഷ്യ കുരങ്ങൻ ചത്ത കുരങ്ങിച്ചപ്പോൾ ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കാം. അല്ല, അത് പിന്നെ ഞാന് എന്നും പറഞ്ഞുകൊണ്ട് ഉദയഭാനു ഇങ്ങനെ ഇരിക്കുക. ഉദയഭാനു പറഞ്ഞു, അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എൻഗേജ്മെന്റ് അല്ലേ കഴിഞ്ഞുള്ളൂ, ഇനിയിപ്പൊ കെട്ടുകല്യാണം കിടക്കുമല്ലേ, അതിനി എത്ര രൂപ ചെലവാണ്ട് വരുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ലെന്ന് പറയാം. എന്റെ മനുഷ്യ, അത് ഇതുപോലെ തന്നെ അങ്ങ് നടന്നു പോയിക്കോളും. പലിശക്കാരുടെ കയ്യിൽ നിന്ന് കടം മേടിക്കാം. ആരുടെ കയ്യിൽ നിന്ന്? ഒന്ന് പലിശക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചതിന്റെ കേട് എനിക്ക് തീർന്നു. ഇനി വേണം നീ മേടിച്ചു, ഞാനില്ല ഈ കളിക്കെന്ന് പറയണം. അപ്പോഴേക്കുമാണ് ശ്രീദേവി അങ്ങോട്ട് വരുന്നത്. ശ്രീദേവി വന്നിട്ട് പറഞ്ഞു, എനിക്ക് എല്ലാവരുടെയും കൂടെ ആയിട്ട് കാര്യം പറയാനുണ്ടെന്ന് പറയാം. എന്താ നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ശ്രീകല ചോദിക്കാം. അതെ, ഈ കല്യാണത്തിന്റെ പരിപാടിയൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിയാലേ എനിക്ക് ഈ കല്യാണം വേണ്ട, ഇനി ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോകണ്ടെന്ന് പറയും. പെട്ടെന്ന് ഉദയഭാനു ശ്രീകലയും കൂടി ചാടി എഴുന്നേക്കുവാണ്. നീ എന്താടി പറഞ്ഞെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? ഇനി ആരുടെയും കൈ അച്ഛന്റെ കവിളത്ത് പതിയാനായിട്ട് ഞാൻ സമ്മതിക്കില്ലെന്ന് പറയണം. ഇത് കേട്ടോ ശ്രീകല അന്തം വിട്ട് ഉദയഭാനു നോക്കുവാണ്. കൈ കവിളത്ത് പതിഞ്ഞെന്നോ? നീ എന്തൊക്കെയാ മോളെ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാം. ഈ സമയം ഉദയഭാനു പറഞ്ഞു, ഇതേ മോളെ വേണ്ട കേട്ടോ എന്ന് പറയണം. ഈ സമയം ശ്രീദേവി പറഞ്ഞു, അതെ ഇനി ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല അച്ഛാ. അച്ഛൻ ഇനി എത്ര ആളുടെ കയ്യിൽ നിന്ന് തല്ലി മേടിക്കണം കല്യാണം ആകുമ്പത്തേനും? അതിന്റെ വല്ല കാര്യം ഉണ്ടോന്ന് ചോദിക്കും. തല്ല് കിട്ടിയെന്നോ? ആർക്ക് കിട്ടിയെന്നോ? എന്തൊക്കെ മോളെ പറയണെന്ന് ചോദിക്കാം. ഉദയഭാനു പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ സത്യം പറ ഉദയേട്ടാ, ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാൻ മറന്നുവരുന്നു. ആ പലിശക്കാർ വന്നു കഴിയുമ്പോൾ അവരെന്താ ചെയ്തേ? ഉദയേട്ടനെ തല്ലിയോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ഉദയഭാനു ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, എനിക്കൊന്നും മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി. അച്ഛനെ അവര് പിടിച്ചെടുത്ത് തല്ലുന്ന കണ്ടപ്പോ ഞാൻ അതെല്ലാം സഹിച്ചു ക്ഷമിച്ച് മോള് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല അച്ഛാ. ഇങ്ങനെയാണെങ്കിൽ കല്യാണം നടന്നു കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? എനിക്ക് എന്റെ അച്ഛനും അമ്മേനെയും കൊലയ്ക്ക് കൊടുത്തിട്ട് ഒരു ജീവിതം വേണ്ട. അച്ഛനറിയാലോ, ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. പണവും സ്വർണവും മോഹിച്ചൊരിക്കലും ഇരുന്നിട്ടില്ല. അത്ര വലിയ ഉള്ള കുടുംബത്തിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്നെ മനസ്സിലാക്കുന്ന, എന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അറിയുന്ന ഒരാൾ മാത്രം മതി. അതിനിപ്പോ പണവും സ്വത്തവും വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പോ ഉദയഭാനു പറഞ്ഞു, മോളെ നീ ഇങ്ങനൊന്നും പറയരുത്. നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്ര ത്യാഗമൊക്കെ സഹിക്കുന്നേ. നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ വിവാഹം നടത്തും, അറിയാലോ. പിന്നീട് ശ്രീദേവി നിങ്ങൾ ചേർത്ത് പിടിക്കണം. ഇത്രയും കാലം അച്ഛൻ നിനക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് സ്വത്തും പണം ഇല്ലാത്തതിന്റെ പേരിൽ എത്ര കല്യാണം മുടങ്ങിപ്പോയത്. ഒരച്ഛന്റെ അമ്മയുടെ നിസ്സഹായാവസ്ഥ ഏത്? പണം ഇല്ലാത്തതിന്റെ പേരിൽ എന്റെ മക്കളുടെ രണ്ടുപേരുടെയും ജീവിതം തകർന്നു പോയത്. അതിനു വേണ്ടിയിട്ടാ. എന്നോട് ക്ഷമിക്കണം, ചെയ്യുന്ന തെറ്റാന്ന് എനിക്കറിയാം. പക്ഷെ ഈ കല്യാണം നടത്താണ്ട് വേണം ഇങ്ങനെ ചോര ഊറ്റി കൊടുക്കാൻ വരെ ഞാൻ തയ്യാറാവും. പക്ഷെ ഒരു കാരണവശാലും ഈ കല്യാണം മുടങ്ങല്ലെന്ന് പറയണം. ശ്രീദേവി പറഞ്ഞു, അച്ഛാ ഞാൻ പറഞ്ഞല്ലോ, നീ ഇനി കൂടുതൽ പറയണ്ട, ധൈര്യമായിട്ട് പൊക്കോ. ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ട് പിന്നെ അറിയാലോ. ശ്രീകല പറഞ്ഞു, കല്യാണം മുടങ്ങാനോ? എവിടുന്ന്? കല്യാണം ഒന്നും മുടങ്ങാൻ പോകുന്നില്ല, നീ ധൈര്യമായിട്ട് കയറിപ്പോകും മോളെ എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രീദേവിനെ അങ്ങനെ ആശ്വസിപ്പിച്ചു വിടുക. ശ്രീദേവിക്കാണ് വല്ലാത്തൊരു വിമിഷ്ടമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻഗേജ്മെന്റ് ഇത്തരം കാര്യങ്ങളൊക്കെയാ. അപ്പൊ കല്യാണം വരുമ്പോഴത്തേനും ഗംഭീര സദ്യയും കാര്യങ്ങളൊക്കെ വേണം. അതിനുള്ള പണം ഇത് എവിടെ നിന്നുണ്ടാക്കും? അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ ഇനി പലിശയ്ക്ക് ചോദിക്കാൻ ആരും ബാക്കിയില്ല. എല്ലാവരും പലിശയ്ക്ക് ചോദിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇത്രത്തോളം വരെ എത്തി കാര്യങ്ങള്. ഈ സമയം മീനാക്ഷി ഇങ്ങനെ ബെഡിൽ ഇരുന്ന് ആലോചിക്കുകയാണ്. അപ്പോഴേക്കും ആകാശം എന്നിട്ട് എന്താ ഭയങ്കര ആലോചനയാണല്ലോന്ന്. അല്ല, ഞാൻ ആലോചിക്കുവായിരുന്നു ആകാശേട്ടാ, എന്താ കാര്യം? അല്ല ഇന്ന് തന്നെ എന്തായാലും അസ്വാഭാവികത
ആ ശ്രീദേവിയുടെ വീട്ടിൽ ചെന്നപ്പോൾ തോന്നിയോന്ന് ചോദിക്കും. എന്താ സ്വാഭാവികത? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അവരുടെ പെരുമാറ്റത്തിലൊക്കെ ആ ശ്രീദേവി ആന്റിയുടെയും ഉദയഭാനു അങ്ങളുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികളുള്ള പോലെ എനിക്ക് തോന്നുന്നു. അവർ ഓവറായിട്ട് സ്നേഹിക്കുന്ന പോലെ ആ സ്നേഹം അഭിനയിക്കുന്നു, മറ്റുള്ളവരുടെ വിനയം കാണിക്കുന്നു. അങ്ങനെയുള്ളവരെയൊക്കെ സൂക്ഷിക്കണമെന്ന് പറയണം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞതാ. എന്തോ എനിക്ക് അവരത്ര പെർഫെക്റ്റ് ആണെന്ന് തോന്നില്ല. പക്ഷെ ശ്രീദേവി കുഴപ്പമില്ല. പക്ഷെ ആ വീട്ടുകാരുണ്ടല്ലോ, അവരത്ര നല്ല വെടിപ്പല്ല എന്ന് പറയണം. ഓഹോ, അപ്പൊ ഇപ്പോഴേ നീ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി നിൽക്കും. അല്ല, എന്റെ മനസ്സിലുള്ള കാര്യങ്ങളാ, ഇതുവരെയായിട്ട് എന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും തെറ്റിയിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ടതാ ആകാശ് ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് മറ്റേ സംഭവം എന്ന് പറയണേ. എന്ത് സംഭവം? അസൂയ. ഒന്ന് പൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ്. അസൂയാണ് പോലും. ഞാൻ എന്തിനാ അസൂയപ്പെടുന്നേ? അല്ല, അവർക്ക് കുറെ സ്വർണം പണമൊക്കെ ഉണ്ടല്ലോ, അതിന്റെ പേരില് ആ മരുമോളോട് നിനക്ക് അസൂയല്ലേ നിൽക്കും. ദേ ആകാശേട്ടാ, ഒരുമാതിരി മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം പറഞ്ഞാണ്ടല്ലോ. എനിക്ക് അങ്ങനെ സ്വർണത്തോടും പറഞ്ഞത്തോടും ആർത്തിയില്ലെന്ന് അറിയാലോ. പിന്നെ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനം മീനാക്ഷി പറഞ്ഞു, അങ്ങനെയാണോ? എനിക്ക് അസുഖമാണ്, ഞാൻ കിടന്നോളാം നമ്മൾ തിരിഞ്ഞു കിടക്കുവാണ്. ആകാശം എന്നിട്ട് ഞാൻ വെറുതെ പറഞ്ഞല്ലേ. പിന്നെ ഇങ്ങനെയാണോ വെറുതെ പറയണേ? അല്ലേലും അതെ. ആകാശാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ എന്നെ കുറ്റപ്പെടുത്താനും സമയമുള്ളെന്ന് പറയണം. ഒരു വ്യക്തി ആകാശ മീനാക്ഷിനെ കുത്തിയേപ്പിക്കുക. മീനു എന്നോട് പിണങ്ങി കിടക്കല്ലേ, പിണങ്ങി കിടന്ന് എനിക്കൊരു സമാധാനം വരത്തില്ലെന്ന് പറയും. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, പിന്നെ സമാധാനം വരത്തില്ല പോലും. അല്ല, ആകാശൻ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കണേ? ഞാൻ ആകാശനോട് ഇറങ്ങി പോന്നോണ്ടാണോ ആകാശൻ എന്നോട് ഇത്ര പുച്ഛം എന്ന് ചോദിക്കും. പുച്ഛോ? ആൾക്കാരോട്? എനിക്ക് നിന്നോട് ഒരു പുച്ഛമല്ലെന്ന് പറയണം. പിന്നീട് മീനാക്ഷി പറഞ്ഞു, ഇപ്പൊ തന്നെ കണ്ടില്ലേ, അച്ഛനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വലിയ പൊങ്ങി വർത്താനം പറയും. അതുപോലെ തന്നെ അമ്മ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട്, വലിയ മരുമോളാണല്ലോ ഇങ്ങോട്ട് വരാൻ പോകുന്നേ, ഇഷ്ടംപോലെ സ്വത്തുക്കളൊക്കെ ആയിട്ടാണല്ലോ, അതിന്റെ ഒരു വേർതിരിവ് ഇനിയിപ്പോ വീട്ടിലുണ്ടാവും എന്നത് കണ്ടറിയണമെന്ന് പറയണം. ആകാശ് പറഞ്ഞു, അമ്മയല്ലേ, അമ്മ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ ചാൻസ് ഇല്ലെന്ന് പറയണം, ചെയ്യത്തുമില്ലെന്ന് പറയണം. മീനാക്ഷി പറഞ്ഞു, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീനാക്ഷി ആരാ നമ്മെ അറിയാൻ പോകുന്നുള്ളതെന്നൊക്കെ പറയണം. പെട്ടെന്ന് ആകാശ് പറഞ്ഞു, അതെ നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് തല പുണ്ണാക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാ കിടന്നുറങ്ങാന്നും പറഞ്ഞ് മീനാക്ഷി എഴുപത്തിൽ അവിടെ പിടിച്ചു കിടത്തുവാണ്. ഈ സമയം ആകപ്പാടെ സമനിലറ്റിയൊരു അവസ്ഥയായിരുന്നു അച്യുതനും രാശ്രീക്കും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രാശ്രീ അച്യുതനോട് പറഞ്ഞു, ഈ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ പരൊരു നാണക്കേട് നമുക്ക് വേറെ ഇല്ല എന്ന് പറയണം. അങ്ങോട്ടേക്ക് വന്ന് അലോക് പറഞ്ഞു, ഈ വിവാഹം ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാ. അതെങ്ങനെ നിനക്ക് പറയാൻ കഴിയും? എൻഗേജ്മെന്റ് കഴിഞ്ഞു, ഇനി കല്യാണത്തിന് കുറച്ച് ദിവസം മാത്രമല്ലേ ബാക്കിയുള്ളൂ. അതൊക്കെ ശരിയാ, അതിനു മുമ്പ് നമ്മൾ ഈ കല്യാണം മുടക്കൂന്ന് പറയണം. എന്നെ നാണം കെടുത്തിയവൻ അവന്. അത് മാത്രമല്ല, വെല്ലിച്ചനെ നാണം കെടുത്തിയതാ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് വെറുതെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്താന്ന് വെച്ച് ചെയ്യേണ്ട ഉടനെ ചെയ്യണമെന്ന് പറയണം. രാശ്രീ ചോദിച്ചു, അതിപ്പോ എന്ത് ചെയ്യാനാ പുറപ്പാടെന്ന് ചോദിക്കാം. അതൊക്കെ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയണം. രാശ്രീ പറഞ്ഞു, ഈ കല്യാണം നടന്നാൽ പിന്നെ നമ്മൾ തലയെ മുണ്ടിട്ട് ഇറങ്ങേണ്ടി വരും. അത്രയും വരെ വലിയ നാണക്കേടാ നമുക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത്. അലോകിന്റെ കല്യാണം നടത്താതെ അപ്പുറത്ത് ആനന്ദിന്റെ കല്യാണം നടന്നറിഞ്ഞ നാട്ടുകാരൊക്കെ ഓരോന്നോരോന്ന് പിന്നെ ചോദിക്കാൻ തുടങ്ങും. അതൊക്കെ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. ഇത് കേട്ട് പച്ചതും പറഞ്ഞു, നീ അതേക്കുറിച്ച് ഒന്നും എടുത്ത് വിഷമിക്കണ്ട, എന്താണെങ്കിലും അത് നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പറയണം. പിന്നീട് അലോക് മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവാ. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി മിറ്റടിച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് മിത്ര വരുന്നത്. മിത്ര വന്നിട്ട് ചോദിച്ചു, അല്ല മീനാക്ഷി ചേച്ചി രാവിലെ മിറ്റടിക്കുകയാണ്, എന്താ? അതെ, അടിച്ചു കഴിഞ്ഞെങ്കിലേ ഇന്നത്തെ കാപ്പിയുടെ ഉത്തരവാദിത്തം മീനാക്ഷി ചേച്ചിക്കാന്ന് പറയണം. കാപ്പിയുടെ? അതെ, ഇന്നലെ ദോശമാവ് അരച്ച് വെച്ചപ്പോൾ തന്നെ ഞാൻ ഓർത്താ മീനാക്ഷി ചേച്ചിനെ കൊണ്ട് കാപ്പി ഉണ്ടാക്കണം. ആ ചമ്മന്തി, ആ തേങ്ങാ ചമ്മന്തിക്കകത്തേക്ക് ആ കടുക് വറുത്തിരുന്നുണ്ടല്ലോ, ആ വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൂപ്പിച്ച് എന്തൊരു ടേസ്റ്റാണെന്നറിയോ? നിന്റെ അമ്മ കേൾക്കണ്ട, പാചകറാണിയാന്ന് പറഞ്ഞ് നടക്കുമെന്ന് പറയാം. അതെ, അമ്മ ഉണ്ടാക്കുന്ന വെച്ച് ഏറ്റവും നല്ലത് സാമ്പാറാ. ആ സാമ്പാറിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാന്ന് പറയാണ്. ശരി ശരി, അതീ സൂപ്പിക്കണ്ട, ഞാൻ പോയി ഉണ്ടാക്കാന്നും പറഞ്ഞുകൊണ്ട് ചൂലോടെ മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം മിത്ര കോലം ഇടാനായിട്ട് തുടങ്ങി. അങ്ങനെ കോലം വരച്ചോണ്ടിരിക്കുകയാണ്. ആ സമയമാണ് മിഥുന്റെ വരവ്. മിഥുൻ കൃഷ്ണമംഗലത്തേക്ക് വരുവാണ്. അങ്ങനെ പാസ് ചെയ്ത് വന്ന് ഹെൽമെറ്റ് ഒക്കെ ഊരി വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇപ്പുറത്തെ മിത്ര ഇരുന്ന് കോലം വരയ്ക്കുന്ന കണ്ട്. ആ കാഴ്ച മിഥുനും നോക്കി. പെട്ടെന്ന് തന്നെ മിഥുനകത്തേക്ക് കയറി ചെല്ലുവാണ്. അപ്പോഴേക്ക് രാശ്രീ അങ്ങോട്ട് ഇറങ്ങി നിന്ന്, ആഹാ ഇതാരാ ആന്റിയോ? ആന്റിയൊക്കെ സുഖമാണെന്ന് ചോദിക്കാം. സുഖ മോനെന്ന് പറയണം. മോനെ കണ്ടത് ഭയങ്കര സന്തോഷമായി. ഒരുത്തൻ അവിടെ എന്തോ വിഷമിച്ചിരിക്കാം. മോൻ അവന്റെ അടുത്തേക്ക് വന്ന് അവന് സന്തോഷമാവെന്ന് പറയാ. ശരി ആന്റി, എനിക്ക് ആന്റീനെയൊക്കെ കാണുമ്പോഴാണ് ഭയങ്കര സന്തോഷം. ഈ വീട്ടിലേക്ക് വരുമ്പോൾ എന്തെത്തില്ലാത്തൊരു സന്തോഷമാണെന്ന് പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അലോ അങ്ങോട്ട് കയറി പോവാ. ഈ സമയത്ത് രാശ്രീ മനസ്സിലോർത്തു, ഇവനെ ഈ വീട്ടിൽ പിടിച്ചു നിർത്തണം, ഒരു കാരണവശാലും ഇവനെ വിടില്ല, ഇവൻ നല്ലവനാണ്, തങ്ങൾക്കൊരു ആശ്രയമായിരിക്കും എന്നൊക്കെ മനസ്സിൽ തോന്നുവാണ് രാശ്രീയുടെ. പിന്നീട് അലോകിന്റെ അടുത്തേക്ക് നേരെ മിഥുൻ ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മിഥുനോട് അലോക് പറഞ്ഞു, ഞാൻ ആകെപ്പാട് ടെൻഷനിലാന്ന് പറയാ, ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ദേവമംഗലത്തെ കല്യാണം അല്ലേന്ന് ചോദിക്കും. അതെ, ആ കല്യാണം എങ്ങനെ മുടക്കണം, പിന്നെ എന്റെ കുടുംബത്തെ നാണം കെടുത്തിട്ട് പോയാൽ ആ മിത്രക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് പറയണം. ഇത് കേട്ടതും
ഇതും പറയും, അതൊന്നും ഓർത്ത് പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, എനിക്ക് വിട്ടു തന്നേരെ, ഇനി ഒരു കുഴപ്പങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ കല്യാണം മുടക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറയാം. എനിക്ക് നിന്നെ വിശ്വാസമാണ് ബ്രോ, നീ പറഞ്ഞ എനിക്കറിയാം, നീ പറയുന്ന പോലെ തന്നെ ചെയ്യുമെന്നറിയാം. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു പേടിയില്ലെന്ന് പറയാം. അല്ല, അത് പിന്നെ പറയേണ്ട കാര്യമില്ലോ, അന്ന് നമ്മൾ അവനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചില്ലേ ആര്യനെ. പക്ഷെ കഷ്ടിച്ച് അവൻ രക്ഷപ്പെട്ടെ. അന്ന് അവന് അത് അവിടെ സംഭവിച്ചായിരുന്നെങ്കിൽ ഇന്ന് അവിടെ കല്യാണമൊന്നും നടക്കത്തില്ലായിരുന്നു പറയാം. അത് ശരിയാ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയാണ്. നീ പറഞ്ഞ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് കേട്ട അലോക് പറഞ്ഞു, എനിക്കറിയാം ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കുമെന്ന്, അതുകൊണ്ടല്ല ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. പിന്നീട് അലോകിനോടും ഇതിനൊന്നും അറിയത്തില്ലെന്ന് മടി ചോദിച്ചു, ഈ ദേവമംഗലം എവിടെയാന്ന് ചോദിക്കുക. ദേവമംഗലം ഞാൻ കാണിച്ചു തരാം, ഇപ്പൊ തന്നെ നീ കണ്ടോളാനും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.